വയോധികരോടും വിദ്യാർത്ഥികളോടും ചിലർ ബൈക്കിലെത്തി വഴി ചോദിക്കും. എന്നിട്ട് അവരുടെ കഴുത്തിലെ മാല പൊട്ടിച്ച് കടന്നു കളയും. ഇതൊരു നിത്യസംഭവമായിരിക്കുകയാണ്. സമാനമായ കേസിൽ കൊല്ലത്ത് പിടിയിലായ റഹീമിൽ നിന്നും പോലീസിന് അറിയാൻ കഴിഞ്ഞത് ഞെട്ടിക്കുന്ന മോഷണ രീതിയാണ്. റഹീമിന്റെ കൂട്ടാളിയായ ഗോകുലിനെ കഴിഞ്ഞ 21-ന് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അപരിചിതർ വാഹനം നിർത്തി വഴി ചോദിച്ചാൽ ഒരു അകലം പാലിക്കുന്നത് നന്നായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തലാണ് കൊല്ലത്തെ ഈ മോഷണ വാർത്ത. മെയ് 10 രാവിലെ 10 മണി. കുരിയോട് മണലയം സ്വദേശിയായ 69-കാരി രാജമ്മ റേഷൻ വാങ്ങാൻ പോകുന്നു. ഈ സമയം റഹീമും സുഹൃത്ത് ഗോകുലും ബൈക്കിലെത്തുകയും വയോധികയോട് വഴി ചോദിക്കാനെന്ന വ്യാജേന സമീപിക്കുകയും ചെയ്തു. ബൈക്കിന്റെ പിൻസീറ്റിലിരുന്ന റഹീം മറ്റൊരാളുടെ വിലാസം തിരക്കുന്നതിനിടയിൽ രാജമ്മയുടെ 1.5 പവൻ മാല പൊട്ടിച്ച് ഇരുവരും കടന്നു. രാജമ്മയുടെ പരാതിയിൽ ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ റഹീമിനെ മറ്റൊരു മോഷണ കേസിൽ കൊല്ലം കിഴക്കേക്കല്ലട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ചടയമംഗലത്തെ മോഷണം സംബന്ധിച്ചും കൂട്ടാളിയായ ഗോകുലിനെ കുറിച്ചും വിവരങ്ങൾ ലഭിച്ചത്. കടയ്ക്കൽ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ സ്വർണമാല വിറ്റ ചവറ പുത്തൻ ചന്തയിലുള്ള സ്വർണ്ണക്കടയിലെത്തിച്ച് മാല കണ്ടെടുത്തു. റഹീമിനെതിരെ പാരിപ്പള്ളി, ചാത്തന്നൂർ, ഈസ്റ്റ് കല്ലട തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മാലമോഷണ കേസുകൾ നിലവിലുണ്ട്. ഇയാളുടെ കൂട്ടാളി ഗോകുലിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം കല്ലറ പള്ളിമുക്ക് സ്വദേശിയാണ് 38-കാരനായ റഹീം. വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ റഹീമിനെ റിമാൻഡ് ചെയ്തു.